നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കയുടെ തിന്നുന്ന പോലെ ഒരു ചക്ക വരട്ടിയ പോലെ നല്ല രുചിയുണ്ട്. എനിക്ക് ആ ഒരു രുചി പഴമെന്ന് പറയില്ല. ഇല്ല, പഴമെന്ന് പറയത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഈ ഒരു ഐറ്റത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ. വാപ്പിയാണ് എനിക്ക് ഈ ഒരു റെസിപ്പി അയച്ചു തന്നത്. അപ്പം ഞാൻ ഓർത്തെന്നാ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കാമെന്ന്. പഴമാണെങ്കിൽ വല്ലാതെ പഴുത്തു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടല്ലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റിന് 2 ഏത്തപ്പഴമാട്ടോ എടുത്തത്. നല്ലപോലെ പഴുത്ത പഴമായിരുന്നേ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് തേങ്ങ വേണം. അപ്പോൾ ഒരു 2 പിടി തേങ്ങയും കൂടെ ചേർത്തു. ഇനി മധുരം വേണമല്ലോ. അപ്പോൾ ശർക്കര പാനിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അളവ് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ശർക്കരയുടെ പാനിയുടെ അളവിനൊക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേച്ചേ ഒരു ഇച്ചിരി നെയ്യും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ വരട്ടിയെടുക്കുക. നമ്മൾ ഹൽവയൊക്കെ വരട്ടിയെടുക്കൂലേ, അല്ലെങ്കിൽ നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കൂലേ, ആ ഒരു പരുവത്തിന്. ഈ ഒരു പരുവത്തിന് വിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ സ്റ്റവ് ഓഫ് ചെയ്തേച്ച് ഗ്രീസ് ചെയ്ത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഞാനിതിങ്ങനെ വെച്ച് പരത്തി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഹൽവ പോലെ മുറിച്ചെടുക്കാനൊന്നും പറ്റില്ല. കുറച്ചിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കൂലേ, ആ ഒരു പരുവത്തിനായിരിക്കുന്നത്. പക്ഷേ നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ടേ, നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ.